ഞാനും ഡാരിസും 2-3 ദിവസത്തെ നല്ല ഗംഭീര പനിക്ക് ശേഷം ഇന്നാട്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നാളെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. മിക്കവാറും നാളെ തന്നെ പോകും കേട്ടോ. ക്ഷീണമുണ്ട് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട്. ക്ഷീണമൊക്കെ നന്നായിട്ട് കുറഞ്ഞാൽ നാളെ പോകും. ഇന്ന് ആണെങ്കിൽ ഡാരിസിന് മുടി മുറിക്കണം. എനിക്ക് 1-2 ചെറിയ ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ പുറത്തേക്ക്. ഡാരിസ് പനി എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പനി വന്ന് കിടന്നപ്പോ ഭയങ്കര പുച്ഛമായിരുന്നു കേട്ടോ. എനിക്ക് എന്റെ അഭിനയമാണെന്ന് വരെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡാൻസിന് പനി വന്നു കഴിഞ്ഞപ്പം അയ്യോ എനിക്ക് നടുവേദന, എനിക്ക് തലവേദന, എന്റെ അവിടെ തിരുമ്മ ഇവിടെ തിരുമ്മ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്ത് കാര്യം അവനവന് വരുമ്പോഴേ അതിന്റെ സുഖം എന്താന്ന് അറിയത്തുള്ളൂ. എവിടെ പോകുന്നു? ഇവിടെ ഇരിക്കും, ബാക്കിയും കൂടെ പറയട്ടെ. ചായ കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. കുറച്ചു ദിവസമായിട്ട് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, പനി കാരണം. ഒരു ആവേശത്തിന്റെ പുറത്ത് വാങ്ങിച്ചതാട്ടോ മീൻകറിയും പത്തലൊക്കെ. കഴിക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത്രയ്ക്ക് ഗംഭീരമൊന്നും അല്ലായിരുന്നു കേട്ടോ പത്തല് കഴിക്കാൻ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ പനിയുടെ വയ്യായ്ക്കും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്റെ ഒരു പത്തലും കൂടെ ഞാൻ ഡാരിസിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ കടയില്. വീട്ടിലാണെങ്കിൽ മാങ്ങയുണ്ട്, പക്ഷെ ഈ ഒരു ടൈപ്പ് മാങ്ങയില്ല കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് വാങ്ങിക്കാന്ന് വിചാരിച്ചു. മാങ്ങ എത്ര കിട്ടിയാലും കെവിൻ കഴിച്ചോളൂ. അപ്പൊ കെവിന് കൊടുക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. മാങ്ങ ലോലിപ്പോപ്പും വാങ്ങിച്ച് പൈസ കൊടുത്തിട്ട് കടയില്, പക്ഷെ ബാക്കി തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി മറന്നുപോയി. അങ്ങനെ കടയിലെ കുട്ടി ഞങ്ങൾ കാറി കയറാതായപ്പോൾ ഓടിക്കൊണ്ടുവന്ന് പൈസ കൊടുക്കുവാട്ടോ ഡാരിസിന്റെ കയ്യിൽ. ബാക്കി മേടിച്ചില്ല എന്ന് പറഞ്ഞ്. ഇനിയിപ്പോ പോയി ഡാരിസ് മുടി മുറിച്ചിട്ട് വരട്ടെ. ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുവാണ് ചെയ്യുന്നത്. മുടുക്കനായല്ലോ. എങ്ങനെ വെട്ടേ? തിരിഞ്ഞ ബാക്ക് കാണിച്ചേ. ഓ പേഷൻ. നല്ലോണം സംസാരിക്കുന്നൊരു ചേട്ടനായിരുന്നു അവിടെ. എന്താ പറഞ്ഞ? ചേട്ടനെ പറ്റിയ ചെക്കനാണല്ലോ അവിടെ. ചെക്കനല്ലേ, ചേട്ടനാ. 3 മക്കളുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. മുടിമുറിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് അപ്സര ബേക്കറിയിലാട്ടോ. ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോവാറുണ്ട്. ഈ ഇരിക്കുന്ന കേക്കില്ലേ, അതിൽ ആ വൈറ്റ് കളർ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നല്ല ചൂട് പലഹാരങ്ങൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പപ്സും സാൻഡ്വിച്ചൊക്കെ. ഞാൻ കാര്യമായിട്ട് മേടിക്കാൻ വേണ്ടി വന്നത് ഇവിടുത്തെ ഉന്നക്കായ കേട്ടോ. ഉന്നക്കായും വാങ്ങിച്ചു, അതിനോട് പപ്സും ചെറിയൊരു പിസയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉന്നക്കായ ഈ അപ്സര ബേക്കറിയിൽ കേട്ടോ. ഞാൻ നാട്ടിൽ എപ്പോൾ വന്നാലും ഇവിടെ വന്നിട്ട് ഉന്നക്കായ മേടിക്കും. ഇന്നലെ ഹോസ്പിറ്റലിൽ പോകാൻ വന്നപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നേരം ശരിക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പനി കാരണം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഉന്നക്കായ. ഞാൻ കഴിച്ചാൽ ഏറ്റവും അടിപൊളി ഉന്നക്കായാണ്. ഇതിന്റെ ഉള്ളിൽ ഇവര് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഉന്നക്കായ. വള്ളത്തോട് അപ്സര ബേക്കറിയിലെ കേട്ടോ ഈ ഉന്നക്കായ. നല്ല അടിപൊളി ഉന്നക്കായ കേട്ടോ. എപ്പോഴെങ്കിലും അതുവഴി വരുവാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമുക്കിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.